ത്തെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള കർത്തവ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകന്മാർക്കുണ്ട്. ഇന്നിപ്പോൾ പദയാത്ര ഇവിടെ നിന്ന് തുടങ്ങി അപ്പുറത്ത് ഒലവക്കോട് സമാപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പടക്കളത്തിൽ പോരാടുവാനുള്ള പടയാളികളായി ഓരോ പ്രവർത്തകനും അതിൽ മാറേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു വലിയ കുരുക്ഷേത്ര മഹായുദ്ധമാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂട്ടുകെട്ടുകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നമെന്ന് വികസനമാണ് നമ്മുടെ മതം, വികസനമാണ് നമ്മുടെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൻ്റെ വികസനത്തെക്കാൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ഭാരതത്തിൻ്റെ വികസന രംഗത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഇവിടെ പല രീതിയിലും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ തമസ്കരിച്ച് നുണക്കഥകൾ പ്രചരിപ്പിച്ച് പണച്ചാക്കും നുണച്ചാക്കും കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തെ തടയാം എന്നുള്ള വ്യാമോഹമാണ് LDFിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർക്കുള്ളത്. അവരിപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ദേശീയ തലത്തിൽ ഒരു മുന്നണി, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന, ഇന്ത്യ ഇല്ലാത്തൊരു മുന്നണി, ഇന്ത്യ ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ ഭാരതമില്ല. നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ് നമ്മുടേത്. നമ്മൾ ഈ കാലത്ത് എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, കഴിഞ്ഞ കാലത്ത് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് പ്രകടന പത്രികയിൽ കൂടി എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ആ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഉള്ളിലിരിക്കുന്ന എന്തോ രഹസ്യമെടുത്ത് പുറത്തിട്ട് അതങ്ങ് നടപ്പാക്കി എതിരാളികളെ ഞെട്ടിപ്പിച്ച് കളയാം എന്നുള്ള വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാമജന്മഭൂമിയുടെ കാര്യം വന്നു, എന്തോ വലിയ പെട്ടെന്നെന്തോ അപകടം ഞങ്ങൾ നടത്തി എന്ന തരത്തിലുള്ള പ്രചാരവേലകൾ രാജ്യത്തുടനീളം വളരെ ആസൂത്രിതമായും സംഘടിതമായും നടക്കുന്നുണ്ട്. ഭാരതീയ ജനസംഘത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങൾക്കറിയാം, ആ കാലം മുതൽ 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി 80-ലാണ് ഉണ്ടാകുന്നത്. പക്ഷേ 75 വരെ ഭാരതീയ ജനസംഘം, 51 തുടങ്ങിയ ഭാരതീയ ജനസംഘത്തിന് ആ കാലം മുതൽ ഏക സിവിൽ കോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നന്ദനവനം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീർ, അതിനെ അടർത്തിയെടുത്ത് പാകിസ്ഥാനിൽ ചേർക്കാൻ സാമ്രാജ്യത്തെ ശക്തികളുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ നടത്തുന്ന എല്ലാവിധ നീക്കങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. നിയമപരമായും സാങ്കേതികമായും ഭൗതികമായും ആ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ കൂടെ ഉറപ്പിച്ചു നിർത്തണം, അതിന് തടസ്സമായിട്ടുള്ള 370-ാം വകുപ്പ് എടുത്തു കളയും എന്ന് ജനസംഘത്തിൻ്റെ കാലം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണത്. ആ ചരിത്രം നമ്മൾ ഓർമ്മിക്കണം. പണ്ട് കച്ച് പ്രദേശം, ഗുജറാത്തിൻ്റെ അതിർത്തിയിലുള്ള കച്ച് പ്രദേശം കരാറുണ്ടാക്കി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കച്ച് കരാർ റദ്ദ് കരോ എന്ന് പറഞ്ഞ് ഭാരതീയ ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 10,000-ങ്ങളുടെ കച്ച് മാർച്ചിനെ കുറിച്ച് നാം ഇന്ന് ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവ പരമ്പരകൾ കൊണ്ട് നിർഭരമായിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ ശക്തി അത് നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ചോരയിലും സിരകളിലുമുണ്ട് എന്ന കാര്യം നമ്മുടെ എതിർക്കുന്ന എതിരാളികൾ നുണപ്രചരണം കൊണ്ട് ഈ രാജ്യത്തെ സത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് രാമജന്മഭൂമി അത് രാമൻ്റെ ജന്മസ്ഥാനമാണ്. എത്ര കാലത്തെ സ്വപ്നങ്ങളാണ് സഫലീകരിച്ചത്, എത്രയധികം സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു, എത്രയധികം യാത്രകൾ നമ്മുടെ നാട്ടിൽ നടന്നു, എത്രയധികം കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർ അനുഭവിച്ചു, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നാം കാലാകാലമായി ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ കൂടി ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക. ജന്മഭൂമിയാണ്, അതാണ് പ്രാധാന്യം. ശ്രീരാമന് ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അയോധ്യയിലെ ക്ഷേത്രത്തിന് വേറൊരു സ്ഥാനമാണുള്ളത്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ ബോധത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയാണ് ശ്രീരാമൻ്റെ ജന്മഭൂമി എന്നുള്ളത്. അവിടെ പറഞ്ഞ വാക്ക് നാം പാലിച്ചു, പ്രകടന പത്രിക നാം നടപ്പാക്കി, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് നാം പാലിച്ചു. അതിനാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്.
ആ രാമജന്മഭൂമിയുടെയും രാമജന്മസ്ഥാനത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ ദേശീയപരമായ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ കപട മതേതരവാദികൾക്ക് സാധിക്കുകയില്ല. 60 വർഷത്തിലേറെ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കി വെച്ച് ആ ഭരണലഹരി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു കെട്ട് 60 കൊല്ലം ഈ അധികാരത്തിൻ്റെ ലഹരി അങ്ങനെ മൊത്തിക്കുടിച്ച് തലക്ക് ലെവൽ വിട്ടിരിക്കുകയാണ്. ഹാങ് ഓവർ എന്ന് പറയുന്നില്ല, ഇംഗ്ലീഷിൽ പറയുന്നത്, അതിൻ്റെ മലയാളം എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടാ. ആ തലേ ദിവസം അടിച്ചതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അവർക്ക്. അതിൻ്റെ കെടുതികളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ നോക്കൂ, ഈ പ്രിയപ്പെട്ട രാഹുൽ ജനിച്ചു വീഴുമ്പം തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അച്ഛൻ പ്രധാനമന്ത്രി, അച്ഛൻ്റെ അമ്മ പ്രധാനമന്ത്രി, അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ നെഹ്റു പ്രധാനമന്ത്രി. അങ്ങനെ അധികാരത്തിൻ്റെ ശീതള തണലിൽ ജനിച്ചു വളർന്ന വ്യക്തികൾക്ക് ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ വേദന കാണാൻ സാധിക്കില്ല. അവരാ പഴയ സങ്കല്പത്തിൽ, പഴയ ലഹരിയിൽ നിൽക്കുകയാണ്. ഭാരതം എന്ന നമ്മുടെ പുരാതനമായ നമ്മുടെ രാഷ്ട്രം, ഈ രാഷ്ട്രത്തിൻ്റെ ചേതനയെ തട്ടി ഉണർത്താതെ നമുക്ക് വികസന രംഗത്ത് വിജയിക്കാൻ സാധിക്കില്ല എന്ന പരമാർത്ഥ ബോധം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ. അതുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം. നമ്മുടെ മന്ത്രം രാമമന്ത്രമാണ്. നാം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ മന്ത്രം രാമമന്ത്രമാണ്. പക്ഷേ നാം സ്വീകരിച്ചിട്ടുള്ള തന്ത്രം രാമതന്ത്രമല്ല, അത് കൃഷ്ണതന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ 2 ചേരുവകൾ, രാമമന്ത്രവും കൃഷ്ണതന്ത്രവും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ ഞങ്ങൾ വളർത്തിയെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണനുള്ളത് കൊണ്ടാണ് സത്യത്തിൽ പാണ്ഡവപക്ഷം വിജയിച്ചത്. അതുകൊണ്ടാണ് ധർമ്മപുത്രൻ്റെ ഏത് കാര്യം പറയുമ്പോഴും ധർമ്മബോധം വരും. യുദ്ധക്കളത്തിൽ ഈ വേണ്ടാത്തടത്ത് ധർമ്മബോധം വന്നാൽ അവിടെ വിജയിക്കാൻ സാധിക്കില്ല. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവിടെ ചോദിച്ചല്ലോ, കൃഷ്ണൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഞാൻ ഒരു ഭാഗത്ത് നിൽക്കും, എൻ്റെ സൈന്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്, ഏതാണ് വേണ്ടത്? പാണ്ഡവപക്ഷം പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് നിങ്ങൾ ഒരാൾ മതി ഞങ്ങളുടെ കൂടെ. കൗരവന്മാർ പറഞ്ഞു, കൃഷ്ണ ആ നാരായണീയ സൈന്യത്തെ മുഴുവൻ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളുടെ കൂടെ അണിനിരക്കാൻ എന്ന്. ഇതാണ് അതിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് കൃഷ്ണൻ, നിങ്ങൾ യുദ്ധക്കളത്തിൽ കണ്ടു കാണും, നാരായണാസ്ത്രം എന്ന് പറയുന്ന അതിമാരകമായ സംഹാര ശക്തിയുള്ള ഒരു അസ്ത്രം അർജുനന് നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അതിൻ്റെ അപകടം കൃഷ്ണൻ മനസ്സിലാക്കി. കാരണം അതിനെ തടയാനുള്ള പ്രതിവിധിയില്ല. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, അർജുന രഥത്തിൽ ഇരുന്നു കൊള്ളൂ, വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ അർജുനൻ രഥത്തിൽ ഇരിക്കുകയും തേരാളിയായ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. ചീറിപ്പാഞ്ഞു വന്ന നാരായണാസ്ത്രം കൃഷ്ണന്റെ കഴുത്തിലെത്തിയപ്പോൾ അതൊരു പൂമാലയായി തീർന്നു എന്നുള്ളതാണ് ആ ഭാരത കഥയിൽ നിന്ന് നാം പഠിച്ചത്. അതുപോലെയുള്ള യുദ്ധരംഗത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്ര എതിർത്താലും എതിർക്കുന്നവരൊക്കെ വരും. എതിർത്ത് അവരുടെ മനസ്സിലൊക്കെ ഇപ്പം നമ്മളാണ്, നരേന്ദ്രമോദിയും BJPയും ഒക്കെയാണ് അവരുടെ മനസ്സിൽ, എതിരാളികളുടെ മനസ്സിലുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ അവരവർ വന്നുകൊണ്ടിരിക്കുന്നു. പലരും പല രീതിയിലാണ് വരുന്നത്. ഒരു അപകടം മാത്രമേ ഉള്ളൂ, വന്ന് ഈ രാഹുൽ നമ്മുടെ പാർട്ടിയിലേക്ക് ചേർന്ന് കളയുമോ എന്നുള്ള ഭയമാണ്. കാരണം പലയിടത്തും പോവുകയാണ്, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, തെക്ക് വടക്ക് പോകുന്നു. ഒന്നിനും ഒരു കൃത്യതയുമില്ല, ഒന്നിനും ഒരു വ്യക്തതയുമില്ല. അതൊരു കുടുംബത്തിൻ്റെ ഏർപ്പാടായി പോവുകയാണ്, കുടുംബവാഴ്ചയാണ്. ആ കുടുംബവാഴ്ച അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീതിശാസ്ത്രം മാത്രമേ ആ പാർട്ടിയിലുള്ള ആളുകൾക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവാഴ്ച, ശ്രീ പിണറായി വിജയൻ്റെ കുടുംബവാഴ്ച. അതിൻ്റെ ദുരിതമനുഭവിക്കേണ്ട ഗതികേടിലാണ് പ്രബുദ്ധ കേരളത്തിലെ ആളുകൾ. അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തണം. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ സർവസ്പർശിയായ ആ വികസന വിപ്ലവത്തിൽ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയതല്ല. കേരളം ആദിശങ്കരൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും പണ്ഡിറ്റ് കറപ്പൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പാവനമായ പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ കേരളം ഇടതും വലതും മുന്നണികൾക്ക് കസേര പിടിക്കാൻ വേണ്ടി തട്ടിക്കളിക്കുവാനുള്ള ഒരു കളിപ്പന്തല്ല എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വരുന്ന തെരഞ്ഞെടുപ്പിനെ നാം പ്രയോജനപ്പെടുത്തണം. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഉത്തരവാദിത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിന് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ചുമതലയുണ്ട്.
കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിന്നാൽ പറ്റില്ല. ഇവർക്കൊന്നും ഇവിടെ കയറി ഇറങ്ങി തേർവാഴ്ച നടത്തേണ്ടതല്ല LDF-നും UDF-നും. നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. എന്താ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ നടത്തുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി പൊളിക്കുകയാണ്. അടുത്തടുത്തിരുന്നിട്ട് ഈ മാന്തി പൊളിക്കുന്ന പണി ചെയ്യുന്നത് ആരാണ്? ശരിക്കും അതൊരു വാനര രീതിയല്ലേ അത് എന്ന് നാം സംശയിച്ചു പോവുകയാണ്. അതൊരു മാനുഷികമായ രീതിയിൽ ഒരു വാനരൻ്റെ കളികളാണ്. ഇത്തരം ആളുകളാണ് കേരളത്തിൽ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷ നോക്കിക്കോളൂ, സ്വയം രക്ഷ നോക്കിക്കോളൂ. കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ ഈശ്വരൻ്റെ വരദാനം കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും അനുകൂലമായ കാലാവസ്ഥ കൊണ്ടും വിദ്യാസമ്പന്നരായ ജനങ്ങളെ കൊണ്ടും അധ്വാനശേഷിയുള്ള ആളുകളെ കൊണ്ടും സമ്പന്നവും സമൃദ്ധവുമായിട്ടുള്ള നമ്മുടെ ഈ കേരളത്തെ ഭാരതത്തിൻ്റെ വികസന ചക്രവാളത്തിൽ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളവും ആ കുതിപ്പിൻ്റെ കൂടെ അണിനിരക്കുവാൻ ആവശ്യമായിട്ടുള്ള ഘടനാപരമായ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ ഈ പദയാത്ര വലിയ തരത്തിലുള്ള ഒരു അധ്യായം, ഒരു മാറ്റം അത് ഇവിടെ സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ മാറ്റം സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പദയാത്രയിൽ പലയിടത്തും ഇതുപോലെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കും. അല്ല, അത് പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കും? കാരണം വരേണ്ട ആളൊന്നും വരില്ല, അങ്ങനെ വരേണ്ട ആൾ, മനസ്സിലായ? അപ്പോൾ വിളിക്കും, ഞാൻ വരും. ഞാൻ സുധീറിനോട് പറഞ്ഞിരുന്നു, സുധീറെ, ആപൽ ബാന്ധവനാണ് ഞാൻ. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിളിച്ചോ, ഞാനവിടെ എത്തിക്കോളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനത് നിങ്ങളോട് പറയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഉദ്ഘാടന സമ്മേളനത്തിലൊക്കെ പോയപ്പോൾ അവിടെ സ്വാഗത പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് സുധീറിൻ്റെ പേര് പറയും ആദ്യം. പക്ഷേ സുധീർ വേദിയിലുണ്ടാവില്ല. സുധീർ ഈ പദയാത്രയുടെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുധീർ. പക്ഷെ അദ്ദേഹം ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇനിയിപ്പോൾ പദയാത്ര തുടങ്ങിയാൽ മുൻനിരയിലൊന്നുണ്ടാവണം, പിൻനിരയിലൊന്നും, ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പണിയാണ്, ജോലിയാണ്, അധ്വാനമാണ്. വേദിയിലില്ല. നമ്മുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ആ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ആദർശം, അതിൻ്റെ ആ ശക്തി, അതിൽ നിന്ന് ഊർജ്ജ സംഭരണം നടത്തി ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ കരുത്തുള്ള വീരശൂര പരാക്രമികളായ പോരാളികളായി നമ്മുടെ പ്രവർത്തകന്മാർ മാറുക തന്നെ വേണം. ഇവിടെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന വിഷമൂർഖന്മാർ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പത്തി പുലർത്തി നമ്മുടെ കേരള സമൂഹത്തിൽ വിഷം വിസർജിച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കുമ്പോൾ അതിനെ തടയാൻ ചുമതലപ്പെട്ട കേരളത്തിലെ ഭരണാധികാരികൾ അവർ നിഷ്ക്രിയരായിരിക്കുമ്പോൾ, അതിന് മൗനസമ്മതം കൊടുക്കുമ്പോൾ, ഈ കാളിയന്മാരുടെ വിഷപ്പത്തി നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിൽ വർഗീയതയുടെ മതഭ്രാന്തിൻ്റെ വിഷം വിസർജിച്ച് സമൂഹത്തെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഈ അഭിനവ കാളിയന്മാരുടെ വിഷപ്പത്തി ചവിട്ടിയരക്കുവാനുള്ള പുതിയൊരു കാളിയമർദ്ദനത്തിനു വേണ്ടി ചിലങ്ക കെട്ടാൻ കാലുകൾ നീട്ടിത്തരൂ സുഹൃത്തുക്കളെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.